നമസ്കാരം, ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം 4ാം ദിവസവും രൂക്ഷം. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കവിഞ്ഞു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും. ഇസ്രായേൽ അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കണമെന്ന് UN. ചർച്ചകൾക്ക് മധ്യസ്ഥനാകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. റമദാനോടനുബന്ധിച്ച് ദുബായിലെ ജയിലുകളിൽ നിന്നും 20 മലയാളികളെ വിട്ടയക്കും. പൊതുമാപ്പിൽ മൊത്തം ജയിൽ മോചിതരാകുന്നത് 892 പേർ. ദുബായ് തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലിലെ ഒരു ജീവനക്കാരനെ കരക്കെത്തിച്ചു. സൗദിയിൽ ഇന്ത്യൻ വീട്ടുജോലിക്കാരെ നിയമിക്കാനുള്ള പുതിയ വ്യവസ്ഥകൾ 1 മാസത്തിനകം. വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ. കുവൈറ്റ് സന്ദർശിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഗസയിൽ 5 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കവിഞ്ഞു. ഇതിൽ 30 പേർ കുട്ടികളാണ്. ഇസ്രായേലിനെതിരെ ഹമാസ് പ്രത്യാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ലബനാനിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക അറിയിച്ചു. 5 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 8000-ഓളം വീടുകളാണ് തകർന്നത്. 238 വീടുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. ദക്ഷിണ ഗസയിലെ റഫയിൽ വ്യോമാക്രമണം തുടരുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇതുവരെ 700-ലധികം പേർക്ക് പരിക്കേറ്റതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം ശക്തമായതോടെ ഗസയിലെ ആശുപത്രികളിൽ മരുന്നുക്ഷാമം രൂക്ഷമായി. ഇസ്രായേലിനെതിരെ ഹമാസ് പ്രത്യാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പകൽ 15 റോക്കറ്റ് തൊടുത്തതായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഹസാം ബ്രിഗേഡ് അവകാശപ്പെട്ടു. സുരക്ഷാ കാരണങ്ങളാൽ ഇസ്രായേലിലേക്കുള്ള വിദേശ വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെ ലബനാനിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായി. ദക്ഷിണ മേഖലയിലെ ഗ്യാസ് സ്റ്റേഷനു നേരെയാണ് റോക്കറ്റ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇതിനിടെ ഹമാസുമായി ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കാൻ അമേരിക്ക സന്നദ്ധത അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഇതിനോട് ഇസ്രായേൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. റമദാനോടനുബന്ധിച്ച് ദുബായിലെ ജയിലുകളിൽ നിന്നും പൊതുമാപ്പിൽ വിട്ടയക്കുന്നവരിൽ മലയാളികളും. 892 പേരെ മോചിപ്പിച്ചതിൽ 20 മലയാളികൾക്കാണ് മോചനം ലഭിച്ചത്. ദുബായിലെ ജയിലുകളിൽ കഴിയുന്ന 20 മലയാളികൾക്കാണ് പൊതുമാപ്പിൽ മോചനം ലഭിച്ചത്. റമദാനോടനുബന്ധിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉത്തരവ് പ്രകാരമാണ് മോചനം. 892 പേരെയാണ് പൊതുമാപ്പിന്റെ ഭാഗമായി ദുബായിൽ നിന്നും മോചിപ്പിച്ചത്. മോചനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് 6 വർഷമായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം വേളി സ്വദേശി ക്ലീറ്റസ് ചാർലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. എനിക്ക് 7.5 വർഷത്തെ ശിക്ഷയായിരുന്നു എനിക്ക് ഇവിടുത്തെ കോർട്ട് തന്നിരുന്നത്. ഞാനിപ്പോൾ തന്നെ 6 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഇന്ത്യൻ ജയിലിലോട്ട് മാറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോടും ഇവിടുത്തെ ഇന്ത്യൻ എംബസിയോടും ഞങ്ങൾ നിരവധി തവണ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒത്തിരി ഇന്ത്യക്കാരുണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ ജയിലിലോട്ട് മാറ്റാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ദുബായ് ഗവൺമെന്റിനെയും ദുബായ് ഭരണാധികാരിയുടെയും അവർ കൊടുത്ത പൊതുമാപ്പിലെ എന്റെ പേരും എന്നെ പോലുള്ള 10-20 മലയാളികളുടെ പേരും വന്നിട്ടുണ്ട്. അതിനെ ഇവിടുത്തെ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇപ്പോഴും ജയിലിൽ തുടരുന്ന ചാർലി അടക്കമുള്ളവർ റമദാനിൽ തന്നെ നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഇന്ത്യയും UAEയും തമ്മിൽ തടവുകാരെ കൈമാറുമെന്ന ധാരണയിൽ പരസ്പരം നേരത്തെ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാർലി അടക്കമുള്ളവർ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. എന്തായാലും ദുബായ് ഭരണാധികാരിയുടെ നല്ല മനസ്സ് ഇരുട്ടറയിൽ കഴിയുന്ന ചാർലി അടക്കമുള്ള 20 മലയാളികൾക്കും തുണയായിരിക്കുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്കാരികൾ ഉൾപ്പെടെയുള്ള ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ 1 മാസത്തിനകം പുറത്തിറക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന റിക്രൂട്ടിംഗ് വ്യവസ്ഥയുടെ ലിഖിത രൂപം 1 മാസത്തിനകം തയ്യാറാകുമെന്നാണ് സൂചന. ഇന്ത്യയിലോ സൗദിയിലോ ഉള്ള ഇടനിലക്കാർ റിക്രൂട്ടിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ സൗദി ദേശീയ റിക്രൂട്ടിംഗ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ഫിലിപ്പീൻസ്, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ടിംഗ് ആരംഭിച്ച സമയത്ത് ഏർപ്പെടുത്തിയ വ്യവസ്ഥകളും അടിസ്ഥാന വേതനവും ഇടനിലക്കാരുടെ അനാരോഗ്യകരമായ ഇടപെടൽ കാരണം ദുർബലമായതാണ് അനുഭവം എന്ന് റിക്രൂട്ടിംഗ് കമ്മിറ്റി ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇരു രാജ്യത്തുമുള്ള ഇടനിലക്കാർ നിരക്ക് വർദ്ധിപ്പിക്കുകയോ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാനും കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. സൗദിയിലെത്തുന്ന വേലക്കാരികൾക്കുണ്ടാകുന്ന 90% പ്രശ്നങ്ങൾക്ക് കാരണം ഇടനിലക്കാരാണെന്ന് റിക്രൂട്ടിംഗ് കമ്മിറ്റി ഓർമ്മിപ്പിച്ചു. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈറ്റ് സന്ദർശിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. കരട് നിർദ്ദേശത്തിന് പാർലമെന്റിലെ ആരോഗ്യകാര്യ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. സൗജന്യ ചികിത്സാ നിയന്ത്രണം ലക്ഷ്യമിടുന്ന ബില്ലും വൈകാതെ പാർലമെന്റിൽ വോട്ടിനിടും.
പാർലമെന്റ് അംഗം ഖലീൽ അൽ സോലിഹായിരുന്നു കരട് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. സന്ദർശക വിസയിലെത്തുന്ന വിദേശികൾ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഖജനാവിന് അനാവശ്യ ബാധ്യതയാകുന്നു എന്നായിരുന്നു എംപിയുടെ വാദം. സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സന്ദർശന വിസയിൽ ബന്ധുക്കളെ രാജ്യത്തെത്തിക്കുന്ന പ്രവണത വിദേശി താമസക്കാരിൽ വർദ്ധിച്ചതായി നേരത്തെ തന്നെ ഏതാനും എംപിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആരോഗ്യകാര്യ സമിതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർദ്ദേശം പാർലമെന്റ് ചർച്ചയിലൂടെ വൈകാതെ തന്നെ നിയമമാകുമെന്നാണ് അറിയുന്നത്. നിയമം പ്രാബല്യത്തിലായാൽ വിദേശികൾ കുവൈത്ത് സന്ദർശിക്കും മുമ്പ് അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ആരോഗ്യ സേവനങ്ങൾ നിർത്തണമെന്നും വിദേശികൾക്കായി സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രത്യേക ആശുപത്രികൾ സ്ഥാപിക്കണമെന്നും സുപ്രീം കൗൺസിൽ ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. 9 മാസത്തോളമായി ദുബായ് തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലിലെ ജീവനക്കാർക്ക് ഇന്നലെ ഭക്ഷണം എത്തിയതോടെ അല്പം ആശ്വാസമായി. മാനസിക നില തകരാറിലായ ഒരു മലയാളി ജീവനക്കാരനെ കരക്കെത്തിക്കുകയും ചെയ്തു. 9 മാസത്തോളമായി ദുബായ് തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലിലെ ജീവനക്കാർക്ക് വ്യാഴാഴ്ച ഭക്ഷണമെത്തി. മാസങ്ങളോളം കടലിൽ കഴിഞ്ഞ് മാനസിക നില തകരാറിലായ മലയാളി ജീവനക്കാരനെ കരക്കെത്തിക്കുകയും ചെയ്തു. ഭക്ഷണമെത്തിയതോടെ അല്പം ആശ്വാസമുണ്ടെങ്കിലും ബാക്കിയുള്ളവരെയും കരക്കെത്തിക്കുന്നത് കാത്ത് ദിവസങ്ങളെണ്ണി കഴിയുകയാണെന്ന് ജീവനക്കാരനായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ദിനേശൻ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് കപ്പൽ കമ്പനിയുടെ ദുബായിലെ ഏജന്റായ ഓഷൻ മാസ്റ്ററിന്റെ പ്രതിനിധികൾ ബോട്ടിൽ ഭക്ഷണമെത്തിച്ചത്. 15 ദിവസത്തേക്കുള്ള അരിയും പച്ചക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം മഹർഷി ഭാവത്രയിലെ മലയാളി ജീവനക്കാരിലൊരാളായ എറണാകുളം സ്വദേശി ആൽഡ്രിൻ ആൻഡോ കഴിഞ്ഞ ദിവസം കപ്പലിൽ അക്രമാസക്തനായിരുന്നു. 15 മാസത്തോളം കടലിൽ കഴിഞ്ഞതിന്റെ മാനസിക ആഘാതത്തിലാണിത്. തുടർന്ന് ക്യാപ്റ്റൻ സിംഗപ്പൂരിലെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഇയാളെ എത്രയും വേഗം കരക്കെത്തിക്കാൻ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഭക്ഷണവുമായി വന്ന ബോട്ടിൽ ദുബായിലെത്തിച്ചിട്ടുണ്ട്. പോർട്ട് റാഷിദിലെ എമിഗ്രേഷൻ ഓഫീസിലെത്തിച്ച ഇയാളെ ഉടൻ നാട്ടിലേക്ക് അയക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് അറിയുന്നത്. മീഡിയ 1 ദുബായ്. ഷാർജ ദായിദ് റോഡ് വികസനത്തിന് 35 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. പൊതുമരാമത്ത് മന്ത്രാലയമാണ് നിർമ്മാണം നടത്തുക. പദ്ധതി ലക്ഷ്യത്തിലെത്തുന്നതോടെ നിലവിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കുകൾ അഴിയുമെന്നാണ് പ്രതീക്ഷ. 2012 ഈ റോഡിന്റെ വികസനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നത്. ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന വികസന പദ്ധതിയുടെ ആദ്യഘട്ടം ഈ വർഷം തന്നെ തുടങ്ങും. അടുത്ത വർഷത്തോടെ 1ാം ഘട്ട പദ്ധതി പൂർത്തിയാകും. പാതകളുടെ കുറവ് കാരണം ഷാർജ മേഖലയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന റോഡാണിത്. 2 പാതകളും വികസിക്കുന്നതോടെ മേഖലയിലെ ഗതാഗത സംവിധാനം കുറ്റമറ്റതാകുമെന്ന് അധികൃതർ പറഞ്ഞു. ഇടവേള. ശുദ്ധിയുടെ നാളുകൾ. മാനവ സമൂഹത്തിന് ശാശ്വത വിജയത്തിനുള്ള വെളിച്ചം നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ദുബായ് അന്താരാഷ്ട്ര ഖുർആൻ അവാർഡിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മാനവ സമൂഹത്തിന് ശാശ്വത വിജയത്തിനുള്ള വെളിച്ചം നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. ദുബായ് ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ അതിഥിയായെത്തിയ കാന്തപുരം ദുബായ് കിസേസ് ജമിയത്തുൽ ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ വിശുദ്ധ ഖുർആൻ പ്രകാശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തും അവിടുത്തെ സൽസ്വഭാവവും അവിടുന്ന് ജനങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള സൽഗുണങ്ങളുമായിരുന്നു. പ്രഭാഷണം ശ്രവിക്കാൻ ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ എത്തിയിരുന്നു. മനുഷ്യന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെയും കർമ്മങ്ങളിൽ നന്മയുടെയും വെളിച്ചമാണ് ഖുർആൻ വിഭാവനം ചെയ്യുന്നത്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സമ്മേളിക്കുന്നതാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആന്റെ വെളിച്ചം അന്ധതയുടെ ഇരുട്ട് ബാധിച്ച ജനകോടികളുടെ മനസ്സിൽ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ദുബായ് മർക്കസ് പ്രസിഡന്റ് AK അബൂബക്കർ മൗലവി കട്ടിപ്പാറ അധ്യക്ഷം വഹിച്ച ചടങ്ങ് ഹോളി ഖുർആൻ അവാർഡ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ആരിഫ് അബ്ദുൽ കരീം ജുൽഫാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദുബായ്. തനിമ ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങൾക്കായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. തനിമ അഖില സൗദി പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ് റമദാൻ സന്ദേശം നൽകി. സീസൺ റെസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ ജിദ്ദയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. ജീവിത വിശുദ്ധി കൈവരിക്കാൻ തഖ്വയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ഹാഫിൽ അഹമ്മദ് കബീർ ഭാഗവി പറഞ്ഞു. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമദാൻ അതിഥിയെ എത്തിയ അദ്ദേഹം ഷാർജ കിങ് ഫൈസൽ പള്ളിയിൽ ജുമയ്ക്ക് ശേഷം നടന്ന പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു. കേരളത്തിന്റെ പുരോഗതിയിൽ പ്രവാസികൾ വഹിച്ച പങ്ക് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. 100 കണക്കിന് പേരാണ് ഭാഗവിയുടെ 1 മണിക്കൂർ നീണ്ട പ്രസംഗം ശ്രവിക്കാൻ കിങ് ഫൈസൽ പള്ളിയിലെത്തിയത്. ഖത്തറിലെ ദോഹയിൽ മലയാളികൾ തിങ്ങിത്താമസിക്കുന്ന നജ്മയിൽ വാടക വർധന താങ്ങാനാവാതെ 4 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. മലയാളികൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ജവഹർ, റീഗൽ, സ്വാഗത് എന്നീ ഹോട്ടലുകളും അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടും. വാടക വർധനവിന് പുറമെ
ജീവനക്കാർ ആവശ്യപ്പെട്ട വേതന വർധന നൽകാൻ കഴിയാത്തതിനെ തുടർന്നാണ് അതിഥി ഹോട്ടൽ പൂട്ടിയത്. ഇതോടെ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായി. ദുബായ് രാഷ്ട്രീയ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരുന്ന രോഗിയെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. ആയുധങ്ങളുമായി എത്തിയ സംഘം ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ആശുപത്രിയിലാകെ ഭീതി വരുത്തുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഭവമെന്ന് അറബ് ഓൺലൈൻ പത്രം റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിക്ക് പുറത്തുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റാണ് രോഗി ചികിത്സ തേടിയെത്തിയത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കുവൈത്തിൽ ഇനിയുള്ള 3 രാവുകൾ ഗിർഗിയാൻ ആഘോഷത്തിൻ്റെതാണ്. റംദാൻ 2ാമത്തെ പത്തിലേക്ക് കടന്നതോടെ ഗിർഗിയാൻ മധുരം വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ് ഷുവൈഖിലെ മിഠായി തെരുവിൽ. റമദാൻ 2ാമത്തെ പത്തിലേക്ക് കടന്നതോടെ രാജ്യത്തെ മിഠായി വിൽപ്പനക്കാരെല്ലാം ആവേശത്തിലാണ്. ഗിർഗിയാൻ ആഘോഷത്തിന് മധുരം പകരാൻ വിവിധയിനം മിഠായികളും സമ്മാനപ്പൊതികളും വിപണിയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു. വാരാന്ത അവധിയെത്തിയതോടെ കടകളിൽ നിന്ന് തിരിയാനിടമില്ലാത്ത തിരക്കാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വ്യാപാരം കൂടിയതിന്റെ ആവേശം ഷുവൈഖിൽ മിഠായി വ്യാപാരം നടത്തുന്ന ഹാജി ഖുറസാനി മറച്ചുവെച്ചില്ല. റമദാൻ ആയതിനാൽ കുവൈത്തികൾ വിദേശയാത്ര ഒഴിവാക്കിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായതെന്ന് വ്യാപാരിയായ ബേനാം അബുഷറാമും പറയുന്നു. പലവക മിഠായികൾ അടങ്ങിയ ഗിർഗിയാൻ കിറ്റിന് കിലോക്ക് 1.5 ദിനാർ മുതൽ മുകളിലോട്ടാണ് വില. പതിവ് പോലെ റാന്തൽ വിളക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയ്ക്കും ആവശ്യക്കാരേറെ. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വാഴനാരുകൊണ്ടുണ്ടാക്കിയ മിഠായി കൂടുകളാണ് ഗിർഗിയാൻ വിപണിയിലെ ഇത്തവണത്തെ ആകർഷണം. കുരുന്നുകളുടെ ആഘോഷരാവുകൾക്ക് പൊലിമയേകാൻ ജമ്യകളും മറ്റും പ്രത്യേക മത്സരങ്ങളും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ സ്വദേശി താമസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗിർഗിയാൻ ആഘോഷങ്ങളെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെ മലയാളികളടക്കമുള്ള പ്രവാസികളും ആഘോഷത്തിന്റെ ഭാഗമാകാറുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിനെതിരെ ആഗോള പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യാന്തര തലത്തിൽ ശക്തമായ നീക്കം നടത്തണമെന്ന് OIC ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വഹീനമായ നടപടിയാണെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ അത്തിയ കുറ്റപ്പെടുത്തി. ജിദ്ദയിൽ ചേർന്ന OIC വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിനെതിരായ പ്രതിഷേധമുയർന്നത്. നീതിക്ക് നിരക്കാത്തതും മനുഷ്യത്വരഹിതവുമായ ഇത്തരം കാടത്തങ്ങൾക്കെതിരെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ യോജിച്ച നിലപാടെടുക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. മൃഗീയ ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ അത്തിയ പറഞ്ഞത്. ഐക്യരാഷ്ട്രസഭയിലെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സ്ഥിരം പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരായ നടപടിക്ക് സമ്മർദ്ദം ചെലുത്താനും യോഗത്തിൽ തീരുമാനമായി. UN മനുഷ്യാവകാശ സമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമുന്നയിക്കാനും OIC യോഗം തീരുമാനിച്ചു. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. ഗസയിൽ 5 ദിവസമായി തുടരുന്ന ഇസ്രായേൽ അതിക്രമത്തിൽ നിരവധി കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടനുസരിച്ച് കൊല്ലപ്പെട്ട കുട്ടികളിലധികവും 10 വയസ്സിൽ താഴെയുള്ളവരാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്ന വീടിനുള്ളിൽ മരിച്ചത് 5 കുട്ടികളാണ്. ഇവൾ 9 വയസ്സുകാരി യാസിൻ അൽ മെഹ്റൂഫയുടെ കളിക്കൂട്ടുകാരി. തനിക്കൊപ്പം കളിക്കാൻ ഇനി മെഹ്റൂഫയുണ്ടാകില്ലെന്ന് അവൾക്കറിയാം. കളിയിടങ്ങളില്ലാതായ, കളിക്കാൻ നാളേക്ക് താൻ ബാക്കിയുണ്ടാകുമോ എന്നറിയാത്ത ഒരു നാട്ടിൽ ജനിക്കേണ്ടി വന്നവൾ. ഇവളെപ്പോലെ ആശങ്കയിലും കണ്ണീരിലും ഗസയിൽ ജീവിക്കുന്ന കുരുന്നുകൾ നിരവധിയാണ്. മെഹ്റൂഫയെപ്പോലെ ജീവൻ നഷ്ടപ്പെട്ടവരും. ഇന്നലെ ഒരു കുടുംബത്തിലെ 8 പേരെയാണ് ഇസ്രായേലിൻ്റെ മിസൈൽ കുരുതി കൊടുത്തത്. 8ൽ 5ഉം ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത കുരുന്നുമക്കൾ. ഇനിയിതാ ഈ സന്നാഹങ്ങൾ കൂടി. അതും കണ്ണടയ്ക്കാൻ നേരം കിട്ടും മുമ്പ് ഈ കുരുന്നുകളുടെ ശ്വാസം കവർന്നെടുക്കാനായി തന്നെ. 1.5 വയസ്സുകാരൻ മുഹമ്മദ് മാലിക്, 4 വയസ്സുകാരായ നവസ്ര ഗസൽ മുത്തക്, 6 വയസ്സുകാരൻ ഗത്താബ്, 7 വയസ്സുകാരൻ ജാബിർ ഖാനം, 8 വയസ്സുകാരൻ സിറാജ്, 10 വയസ്സുകാരൻ സലീം തുടങ്ങി ഗസ ആരോഗ്യ മന്ത്രാലയത്തിലെ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവർ അനവധിയാണ്. വയസ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന കോളത്തിൽ ഇനിയും എത്ര കുരുന്നുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആശങ്കയും അസ്ഥാനത്തല്ല. മതത്തിന്റെ പേരിലല്ല, മനുഷ്യത്വമില്ലായ്മയുടെ പേരിൽ ഒരു ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന ക്രൂരതയുടെ നിഷ്കളങ്കരായ ഇരകൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.